BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ബഹ്റൈനിൽ താമസ നിയമങ്ങൾ ലംഘിക്കുന്നവരെ പിടികൂടുക എന്ന ലക്ഷ്യത്തോടെയുള്ള പരിശോധന ശക്തമാക്കി ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി. ഇതിന്റെ ഭാഗമായി LMR നടത്തിയ ക്യാമ്പയിനിന്റെ ഭാഗമായി കഴിഞ്ഞ ആഴ്ചയിൽ നിരവധി ലംഘനങ്ങൾ കണ്ടെത്തുകയും 71 പേരെ നാട് കടത്തുകയും ചെയ്തു. മാർച്ച് 2 മുതൽ 8 വരെയുള്ള ദിവസങ്ങളിൽ ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി 1170 പരിശോധനാ സന്ദർശനങ്ങൾ നടത്തുകയും 15 അനധികൃത തൊഴിലാളികളെ കണ്ടെത്തുകയും ചെയ്തു. രാജ്യത്തെ താമസ തൊഴിൽ നിയമങ്ങൾ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും പരിശോധനകൾ തുടരുമെന്നും LMR അറിയിച്ചു. തെറ്റായ രീതിയിൽ പ്രസവ ശസ്ത്രക്രിയ നടത്തിയെന്ന പരാതിയിൽ സ്വകാര്യ ആശുപത്രിക്കും ഡോക്ടർമാർക്കും പിഴ ചുമത്തി ബഹ്റൈൻ കോടതി. തെറ്റായ ശസ്ത്രക്രിയ നടത്തിയതിലൂടെ നവജാത ശിശുവിന് അംഗവൈകല്യമുണ്ടായെന്നാണ് കേസ്. 60,000 ദിർഹമാണ് പിഴയായി ചുമത്തിയിരിക്കുന്നത്. ഹൈ സിവിൽ അപ്പീൽ കോടതിയാണ് ഉത്തരവിറക്കിയത്. പ്രസവ ശസ്ത്രക്രിയയിൽ കുഞ്ഞിന്റെ തലച്ചോറിന് ഗുരുതരമായ പരിക്കേറ്റിരുന്നു. ഇതോടെയാണ് 90% കുഞ്ഞിന് ആജീവനാന്ത അംഗവൈകല്യത്തിനുള്ള സാധ്യതയുണ്ടായത്. പ്രസവ സമയത്ത് സിസേറിയൻ ആവശ്യമായി വരികയും കുഞ്ഞിനെ പുറത്തെടുക്കാൻ ഡോക്ടർ സക്ഷൻ ഉപകരണം ഉപയോഗിക്കുകയും ചെയ്തു. കുഞ്ഞിനെ പുറത്തെടുത്തപ്പോൾ കരഞ്ഞില്ല. ഓക്സിജൻ എടുക്കാൻ കഴിയാതെ വരികയും തലച്ചോറിന് ക്ഷതമേൽക്കുകയും ചെയ്തു. ഹൃദയമിടിപ്പ് കുറവായതിനാൽ കുഞ്ഞിനെ ഉടൻ തന്നെ സൽമാനിയ മെഡിക്കൽ കോംപ്ലക്സിലേക്ക് മാറ്റി. അവിടെ അത്യാഹിത നിലയിൽ കഴിയേണ്ടി വന്നത് 40 ദിവസത്തോളമാണ്. സംഭവത്തിൽ ആവശ്യമായ മെഡിക്കൽ രീതികൾ കൃത്യമായി പാലിക്കപ്പെട്ടു തുടങ്ങിയ നിരവധി കാര്യങ്ങൾ അന്വേഷിക്കാൻ നാഷണൽ ഹെൽത്ത് റെഗുലേറ്ററി അതോറിറ്റിയിൽ നിന്നുള്ള വിദഗ്ധരോട് കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. ശസ്ത്രക്രിയ നടക്കുമ്പോൾ കുഞ്ഞിന്റെ ഹൃദയമിടിപ്പ് പരിശോധിക്കുന്നതിൽ ഡോക്ടർ പരാജയപ്പെട്ടെന്നും സക്ഷൻ ഡെലിവറി സംബന്ധിച്ച അപകട സാധ്യതകൾ മാതാപിതാക്കളുമായി സംസാരിച്ചിരുന്നില്ലെന്നും അന്വേഷണത്തിൽ വ്യക്തമാവുകയായിരുന്നു. തുടർന്നാണ് ആശുപത്രിക്കും ഡോക്ടർമാർക്കും പിഴ ചുമത്തിക്കൊണ്ട് കോടതി ഉത്തരവിട്ടത്. ആലപ്പുഴ ജില്ലക്കാരുടെ ബഹ്റൈനിലെ കൂട്ടായ്മയായ വോയിസ് ഓഫ് ആലപ്പുഴയുടെ വനിതാ വിഭാഗം എക്സിക്യൂട്ടീവ് കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചു. രശ്മി അനൂപ് ചീഫ് കോർഡിനേറ്ററായും ആശ സഹ്റ, ശൈലജ അനിയൻ എന്നിവർ കോർഡിനേറ്റർമാരായും തുടരും. ബഹിറ അനസ്, ആതിര ധനേഷ്, നന്ദന പ്രസാദ്, വീണ വൈശാഖ്, അശ്വിനി സജിത്, ജീസ ജെയിംസ്, അശ്വതി പ്രവീൺ, നിസി ശരത് എന്നിവരാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ. വോയിസ് ഓഫ് ആലപ്പി പ്രസിഡന്റ് അധ്യക്ഷനായ യോഗത്തിൽ വനിതാ വിഭാഗത്തിന്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും എക്സിക്യൂട്ടീവ് കമ്മിറ്റി പുനഃസംഘടിപ്പിക്കുകയും ചെയ്തു. ജനറൽ സെക്രട്ടറി ധനേഷ് മുരളി സ്വാഗതം പറഞ്ഞു. ട്രഷറർ ബോണി മുളപ്പാമ്പള്ളി, വൈസ് പ്രസിഡന്റ് അനൂപ് ശശികുമാർ എന്നിവർ ആശംസകൾ നേർന്നു. വനിതാ വിഭാഗം എക്സിക്യൂട്ടീവ് അംഗം നന്ദന പ്രസാദ് നന്ദി പറഞ്ഞു. പാലക്കാട് ആർട്സ് ആൻഡ് കൾച്ചറൽ തിയേറ്റർ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ബഹ്റൈനിലെ സാമൂഹിക സാംസ്കാരിക മാധ്യമ രംഗത്തെ പ്രമുഖർ സംഗമത്തിൽ പങ്കെടുത്തു. പാക്ട് ചീഫ് കോർഡിനേറ്റർ ജ്യോതി മേനോൻ അധ്യക്ഷനായ ചടങ്ങിൽ ജനറൽ സെക്രട്ടറി ശിവദാസ് നായർ സ്വാഗതം ആശംസിച്ചു. നോമ്പിന്റെ സന്ദേശത്തെക്കുറിച്ചും അത് മനുഷ്യരിൽ ഉണ്ടാക്കേണ്ടത് പരിവർത്തനത്തെ സംബന്ധിച്ചും ജമാൽ നദ്വി റമദാൻ സന്ദേശത്തിൽ ഉണർത്തി. ലഹരിയുടെ ഉപയോഗം മൂലം നമ്മുടെ യുവതിയും സമൂഹവും നശിച്ചു പോകുന്ന വേദനാജനകമായ സാഹചര്യത്തിൽ രക്ഷിതാക്കൾ പാലിക്കേണ്ട കടമകളെക്കുറിച്ചും അദ്ദേഹം സൂചിപ്പിച്ചു. പാക്ട് ഭാരവാഹികളായ സൽമാനുൽ ഫാരിസ്, ജഗദീഷ് കുമാർ, മൂർത്തി നൂറമണി, രമേശ് KT, സതീഷ് കുമാർ, സുഭാഷ് മേനോൻ, രാംദാസ് നായർ തുടങ്ങി നിരവധി പേർ ഇഫ്താർ സംഗമത്തിന് നേതൃത്വം നൽകി. ദീപക് വിജയൻ ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തി. ബഹ്റൈനിലെ സൗഹൃദങ്ങൾക്ക് പ്രാധാന്യം നൽകി പ്രവർത്തിക്കുന്ന VR1 കൂട്ടായ്മയുടെ കുടുംബ സംഗമവും നോമ്പുതുറയും ഹൂറയിലെ ചാരിറ്റി ഹാളിൽ നടന്നു. 100-ൽ പരം അംഗങ്ങൾ പങ്കെടുത്ത നോമ്പുതുറയ്ക്ക് ഷിഹാബ് കറുകപുത്തൂർ റമദാൻ സന്ദേശം നൽകി. അഡ്മിന്മാരായ ഇസ്മയിൽ ദുബായ് പടി, അഫ്സൽ അബ്ദുള്ള, ഇസ്മയിൽ തിരൂർ, അഷ്റഫ് തൃശൂർ എന്നിവരും കമ്മിറ്റി അംഗങ്ങളായ അരുൺ, ഷഫീൽ, യൂസഫ്, റാഫി തൃശൂർ, നാസർ, ഹലീമാസ്, ഹഫ്സർ, ആബിദ് താനൂർ എന്നിവർ നേതൃത്വവും നൽകി. സമസ്ത ബഹ്റൈൻ മനാമ ഏരിയ വർഷം തോറും നടത്തിവരാറുള്ള ഇഫ്താർ സംഗമം ഈ വർഷവും വളരെ വിപുലമായ രീതിയിൽ നടന്നുവരുന്നു. ദിനംപ്രതി 600ഓളം ആളുകളാണ് ഇഫ്താറിൽ പങ്കെടുക്കാൻ എത്തിച്ചേരുക. സമസ്ത ബഹ്റൈൻ കേന്ദ്രാസ്ഥാനമായ മനാമ ഇർഷാദുൽ മുസ്ലിമീൻ മദ്രസയിൽ നോമ്പ് തുറയ്ക്കായി വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. മാർച്ച് 10 തിങ്കളാഴ്ച നടന്ന ഇഫ്താർ വിരുന്നിൽ ബിനു മണ്ണിൽ, രാജു കല്ലമ്പുറം, സുബൈർ കണ്ണൂർ, അസീൽ അബ്ദുറഹ്മാൻ തുടങ്ങി ബഹ്റൈനിലെ സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു. റമദാനിൽ എല്ലാ ദിവസവും കൃത്യം 5 മണിക്ക് ഖുർആൻ പാരായണത്തോടുകൂടി ആരംഭിക്കുന്ന നോമ്പുതുറ സംഗമത്തിൽ സമസ്ത ബഹ്റൈൻ പ്രസിഡന്റ് ഫക്രുദ്ദീൻ സയ്യിദ് പൂക്കോയ തങ്ങൾ നസീഹത്തിനും ദുആയ്ക്കും നേതൃത്വം നൽകി. സമസ്ത ബഹ്റൈൻ വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞഹമ്മദ് ഹാജി, സെക്രട്ടറി SM അബ്ദുൽ വാഹിദ്, ഫാഹിദ് ഷറഫുദ്ദീൻ മൗലവി, ഫാസിൽ വഹാബി, സമസ്ത ബഹ്റൈൻ മനാമ ഏരിയ കമ്മിറ്റി ഭാരവാഹികൾ, SKSSF ബഹ്റൈൻ വിഖായ പ്രവർത്തകർ തുടങ്ങിയവർ ഇഫ്താർ സംഗമത്തിന് നേതൃത്വം നൽകി.
യൂത്ത് ഇന്ത്യ ഫുട്ബോൾ ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന യൂത്ത് ക്ലബ്ബ് സീസൺ 2 ഫുട്ബോൾ ടൂർണമെന്റിന്റെ ലോഗോ YIFC പ്രസിഡന്റ് സവാദ് തലപ്പശ്ശേരി, KFA പ്രസിഡന്റ് അർഷാദ് പാലക്കണ്ടിക്ക് നൽകി പ്രകാശനം ചെയ്തു. KFA ബഹ്റൈൻ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ റാഫി, മഞ്ജേഷ്, ശബരി എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. വരുന്ന ഏപ്രിൽ ഒരു മാസത്തോളം അരങ്ങേറുന്ന വമ്പിച്ച ടൂർണമെന്റിൽ 32 ടീമുകൾ മാറ്റുരയ്ക്കും. 380ഓളം കളിക്കാർ ഭാഗമാകുന്ന ടൂർണമെന്റിൽ വൻ ജനപങ്കാളിത്തം പ്രതീക്ഷിക്കുന്നതായും KFA പ്രസിഡന്റ് അർഷാദ് അറിയിച്ചു. ഉംറ തീർത്ഥാടകർക്കായുള്ള പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. ആഭ്യന്തര മന്ത്രാലയം മക്കയിലെ ഗ്രാൻഡ് മോസ്കിനും പരിസരത്തുമായി ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ ഉൾക്കൊള്ളിച്ചാണ് പുതിയ മാർഗനിർദ്ദേശങ്ങൾ. തീർത്ഥാടകരുടെയും വിശ്വാസികളുടെയും സുരക്ഷ കണക്കിലെടുത്തും അവർക്ക് തടസ്സമില്ലാതെ പ്രാർത്ഥന ഉറപ്പാക്കുന്നതിനുമാണ് ഇത്തരമൊരു നടപടിയെന്നും അധികൃതർ അറിയിച്ചു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്കുള്ള ടൗൺഷിപ്പിന് ഈ മാസം 27 മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിടുമെന്ന് നിയമസഭയിൽ റവന്യൂ മന്ത്രി K. രാജൻ വ്യക്തമാക്കി. പുനരധിവാസം വൈകുന്നത് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. ഇതിനിടെ ദുരന്തബാധിതരുടെ അന്തിമ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടില്ലെന്നും സംസ്ഥാന സർക്കാർ പുനരധിവാസം വൈകിപ്പിച്ചെന്നും T. സിദ്ദീഖ് കുറ്റപ്പെടുത്തി. അതേസമയം മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ പുനരധിവാസ ടൗൺഷിപ്പിൽ വീട് വേണ്ടവർക്ക് വീടിനൊപ്പം 10 സെന്റ് സ്ഥലം തന്നെ വേണമെന്ന നിലപാടിൽ ഉറച്ച് ദുരന്തബാധിതർ. കൽപ്പറ്റ ഇൻസ്റ്റന്റ് സ്റ്റേറ്റിൽ നടത്തിയ 64 ഹെക്ടർ സ്ഥലത്ത് നിർമ്മിക്കുന്ന ടൗൺഷിപ്പിൽ 7 സെന്റ് സ്ഥലവും 1000 ചതുരശ്ര അടിയുള്ള വീടും ചേർന്നാണ് സർക്കാർ നിലപാട്. വീട് വേണ്ടവർക്ക് 15 ലക്ഷം രൂപയുടെ സാമ്പത്തിക സഹായം നൽകും. CPIM സംസ്ഥാന കമ്മിറ്റിയിൽ VS അച്യുതാനന്ദനെ പ്രത്യേക ക്ഷണിതാവാക്കും. പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ ശേഷമാകും VSനെ പ്രത്യേക ക്ഷണിതാവായി തീരുമാനിക്കുക. പ്രായപരിധിയിൽ ഒഴിഞ്ഞ നേതാക്കളെയും ക്ഷണിതാവാക്കിയേക്കും. CPIM രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയവരിൽ ജീവിച്ചിരിക്കുന്ന ഏക നേതാവായ VSനെ ഒഴിവാക്കിയത് വൻ ചർച്ചയായിരുന്നു. പ്രത്യേക ക്ഷണിതാക്കളെ മധുരയിൽ അടുത്ത മാസം നടക്കുന്ന പാർട്ടി കോൺഗ്രസിന് ശേഷം തീരുമാനിക്കുമെന്നാണ് പ്രഖ്യാപനം. പാലക്കാട് സൂര്യാഘാതമേറ്റ് 2 കന്നുകാലികൾ ചത്തു. വടക്കഞ്ചേരി, കണ്ണമ്പ്ര എന്നിവിടങ്ങളിലാണ് വേനൽ ചൂടേറ്റ് കന്നുകാലികൾ ചത്തത്. പോസ്റ്റ്മോർട്ടത്തിലാണ് സൂര്യാഘാതമെന്നും മരണകാരണമെന്നും സ്ഥിരീകരിച്ചു. വയലിൽ മേയാൻ വിട്ടിരുന്ന പശുക്കളാണ് ചത്തത്. സംഭവത്തിൽ മൃഗസംരക്ഷണ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ജില്ലാ മൃഗസംരക്ഷണ കേന്ദ്രത്തിൽ കൺട്രോൾ റൂം തുറന്നിരിക്കുകയാണ്. പാലക്കാട് കഴിഞ്ഞ ദിവസങ്ങളിലായി 39 ഡിഗ്രി വരെ താപനില രേഖപ്പെടുത്തിയിരുന്നു. സംസ്ഥാനത്ത് ചൂട് കൂടുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തിയതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും മുന്നറിയിപ്പ് നൽകി. രാവിലെ 10 മണി മുതൽ 3 മണി വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കാൻ ശ്രദ്ധിക്കണമെന്നും പകലിറങ്ങുമ്പോൾ തൊപ്പി, കുട, സൺഗ്ലാസ് എന്നിവ ഉപയോഗിക്കാൻ ശ്രമിക്കണമെന്നും അദ്ദേഹം അറിയിച്ചു. ആരോഗ്യവകുപ്പും പൊതുജനങ്ങൾക്കായി പ്രത്യേക ശ്രദ്ധകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ വാർത്തയോടുകൂടി BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് iMac കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.